ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ CCTV ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ മലപ്പുറം സ്വദേശികളെന്ന് സൂചന. ഇവരെ കണ്ടെത്താനായി കൊടുവള്ളി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ മലപ്പുറം സ്വദേശികളാണെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇവരെ കണ്ടെത്താനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, സാമ്പത്തിക ഇടപാടാണ് ഇത്തരത്തിൽ അന്നൂസിനെ തട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ എന്നാണ് ഇന്നലെ അടക്കം പുറത്തു വന്നിരുന്ന വിവരം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വൃന്ദ, ഇതിൽ ഏറ്റവും പുതിയതായി നമുക്ക് പറയാനുള്ളത് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കൊടുവള്ളി പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അത് മലപ്പുറം സ്വദേശിയാണെന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ചോദ്യം ചെയ്യാനാണോ ഇനി ഈ പ്രതികളിൽപ്പെട്ട ആളാണോ എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഒരാൾ ഇപ്പോൾ കൊടുവള്ളി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ അന്നൂസ് റോഷന്റെ ജ്യേഷ്ഠൻ അജ്മൽ റോഷനുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക തർക്കത്തിന്റെ അതുമായി ബന്ധപ്പെട്ടാണ് അന്നൂസിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 7 അംഗ സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു പ്രാഥമിക വിവരം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഒരാളാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് എന്നുള്ളൊരു സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ, അതായത് ഈ ഒരു പ്രദേശത്ത് വന്ന് ഇവർ ചായ കുടിച്ച് പോകുന്നതിന്റെ ഒരു CCTV ദൃശ്യങ്ങളും അതാണ് നമ്മൾ അല്പം മുൻപ് കാണിച്ചത്. ആ CCTV ദൃശ്യങ്ങളിലും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ്. ആദ്യം ബൈക്കിൽ 2 പേർ വരികയും ഈ അന്നൂസ് റോഷന്റെ പിതാവ് അബ്ദുൾ റഷീദുമായി മകൻ ആയിട്ടുള്ള അജ്മൽ റോഷന്റെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് സംസാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലും ഇവർ വന്നിരുന്നു, ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം ഇതിൽ എന്ന് അവർ ആവശ്യപ്പെടുന്നു. അതിനിടെ ആണ് പിന്നാലെ വെള്ള സ്വിഫ്റ്റ് കാറിൽ ആയുധധാരികളായിട്ടുള്ള 5 അംഗ സംഘം വരുന്നത്. അവർ വരികയും അവർ പെട്ടെന്ന് തന്നെ ഈ പിതാവായിട്ടുള്ള അബ്ദുൾ റഷീദിനെയാണ് ആദ്യം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. എന്നാൽ റഷീദിന്റെ ഭാര്യ ജമീല ഓടി വരികയും ഇവരെ തടഞ്ഞു നിർത്തുകയുമായിരുന്നു. ഇവരെ തടഞ്ഞു നിർത്തുന്നതോടുകൂടി ഇവർ റഷീദിന്റെ പിടിവിട്ടു. എന്നാൽ തൊട്ടടുത്തുണ്ടായിരുന്ന മകൻ അന്നൂസിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവർ സഞ്ചരിച്ച കാർ തിരൂരങ്ങാടി ഭാഗത്തേക്കാണ് പോയത് എന്ന് CCTV ദൃശ്യങ്ങളിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് വിശദമായി ചോദ്യം ചെയ്യലിന് വേണ്ടിയാണോ ഇനി പ്രതികളിൽ ആരെങ്കിലും ഒരാളാണോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. വൃന്ദ, ശരി, റിയാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.